ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കിട്ടിലും ടേസ്റ്റ് ആയിട്ടുള്ള അഫ്ഗാനി ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകൾക്കും ഫേവറേറ്റുള്ള ഒരു ഐറ്റം ആയിരിക്കുമല്ലേ അഫ്ഗാനി ചിക്കൻ. നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ട് ഉള്ളിയും തക്കാളിയും സംഭവങ്ങളൊന്നും വഴറ്റിയെടുക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 100 kg വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കണേ. അപ്പോൾ പൊതുവേ അഫ്ഗാനി ചിക്കൻ എന്ന് പറയുന്നത് സൈസ് വലിയ പീസായിട്ടാണ് കേട്ടോ ചിക്കൻ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബിരിയാണി പീസായിട്ടൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. ഒന്നിക്കൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അൽഫാമൊക്കെ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുന്നില്ല ഒരു ചിക്കനെ 4 ആക്കിയിട്ട് വലിയ പീസായിട്ട്, അങ്ങനെ വേണ്ടിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അല്ലാതെ നമ്മൾ കറിക്ക് കട്ട് ചെയ്യുന്നാൽ ഭയങ്കര കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് ഒന്നുകൂടി നല്ലത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ കാഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കാഷ്യൂ എടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മുന്നേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടി വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ, പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. അപ്പോൾ അതെടുത്തതിന് ശേഷം പിന്നെ 1 കപ്പ് അളവിൽ തൈരാണ് ചേർക്കുന്നത്. തൈര് എടുക്കുമ്പോൾ ഓവർ പുളിയുള്ളത് എടുക്കണ്ട കേട്ടോ, പുളി കുറവുള്ള തൈര് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം. ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ തരികളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനിയിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടില്ല, ഒട്ടും തരികളൊന്നും ഇല്ലാതെ ഈ ഒരു രീതിക്ക് തന്നെ അരച്ചെടുക്കുക. വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർക്കണ്ട കേട്ടോ. അണ്ടിപ്പരിപ്പ് കുതിർത്ത വെള്ളം ഉപയോഗിക്കേണ്ട, തൈരും അണ്ടിപ്പരിപ്പും മാത്രം മതി. അടുത്തത് ഈ ഒരു സെയിം മിക്സിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 കൂടി ഒന്നിച്ച് പേസ്റ്റ് ആക്കിയത് 2 ടേബിൾ സ്പൂൺ. അപ്പോൾ സെപ്പറേറ്റ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. എരിവിന് വേറെ ഒരു ഐറ്റംസും നമ്മളിതിൽ ചേർക്കുന്നില്ല കേട്ടോ, പച്ചമുളക് കാര്യങ്ങളൊന്നും. അതുകൊണ്ട് തന്നെ കുരുമുളക് പൊടി നിങ്ങളെ ടേസ്റ്റിനനുസരിച്ച് നോക്കിയിട്ട് ചേർക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ ഏലക്ക പൊടിയില്ലേ, അത് പഞ്ചസാരയൊന്നും ഇടാതെ നോർമൽ ഏലക്ക മാത്രം പൊടിച്ചിട്ടുള്ള പൊടിയാണ് 1 ടീസ്പൂണ്. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ പുളിക്ക് ആവശ്യമായിട്ടുള്ള ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം പിന്നെ ശ്രദ്ധിക്കുക, അഥവാ നിങ്ങൾക്ക് പുളിയുള്ള തൈര കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 1-2 ഡ്രോപ്പൊക്കെ മാത്രം മതിയാവും കേട്ടോ, ചെറുനാരങ്ങ നീര് നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഏറ്റവും മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഫെനുഗ്രീക്ക് ലീവ്സ്, നമ്മുടെ കസൂരി മേത്തി എന്ന് പറയുമല്ലോ, അത് കേട്ടോ. അത് നമ്മുടെ കൈവെള്ളയിൽ ഇതുപോലെ 1 ടീസ്പൂൺ ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ കൊണ്ട് തന്നെ വിരലുകൊണ്ട് ഇതുപോലെ ഞെരടി കൊടുക്കുക, അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വരും. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടോട്ടൽ 2 ടീസ്പൂണാണ് കേട്ടോ ഈ ഒരു 1 കിലോ ചിക്കനിലേക്ക് ചേർക്കുന്നത്. അത് നിർബന്ധമാണ് 2 ടീസ്പൂൺ, അതിൽ കൂടണ്ട, പിന്നെ നമ്മുടെ ഫ്ലേവർ മാറിപ്പോവും. അപ്പോൾ ഇതന്നെ രണ്ടാമത്തത് വീണ്ടും 1 ടീസ്പൂൺ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഞെരടി കൊടുത്താലും മാത്രമേ അതിൻ്റെ ഉള്ളിലെ ഫ്ലേവർ മൊത്തത്തിൽ കിട്ടുകയുള്ളൂ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ടൈമിൽ ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ പുളി നോക്കിയിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള ചിക്കനില്ല, അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കുക കേട്ടോ, എങ്കിലേ എല്ലാവരുടെയും മസാല പിടിച്ച് കിട്ടുള്ളൂ. എന്നിട്ട് നമ്മളിത് എന്താ പറയുക, നമ്മൾ ചിക്കൻ ഇത് സോക്ക് ചെയ്ത് വെക്കുന്ന മെത്തേഡാണ് കേട്ടോ. നന്നായിട്ട് ഇതുപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ കുതിർത്ത് വെക്കുക. എന്നിട്ട് ഒരു ഏകദേശം 2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം, എങ്കിലേ നന്നായിട്ട് ചിക്കൻ ഈ ഒരു മസാല കാര്യങ്ങളൊക്കെ വലിച്ചെടുത്ത് പിടിച്ച് കിട്ടുള്ളൂ. സെറ്റാകാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു 1.5 മണിക്കൂർ ചുരുങ്ങിയത് വെക്കുക കേട്ടോ, എങ്കിലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം എൻ്റെ ഇപ്പോൾ 2 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് താഴെ, അപ്പോൾ അങ്ങനെ വെക്കാൻ വേണ്ടി നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അഫ്ഗാനി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു പാനിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, പകരം ഒലീവ് ഓയിൽ എടുക്കാം, അല്ലാതെ വേറെ ഒന്നും എടുക്കണ്ട കേട്ടോ.
അപ്പോൾ ഇത് ആവശ്യത്തിന് കുറേ ഓയിൽ അങ്ങനെ ഒഴിക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഈ മസാലയിൽ നിന്ന് എടുത്തിട്ട്. അപ്പോൾ ചിക്കന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കാൻ പാടില്ല കേട്ടോ. ചിക്കൻ്റെ ഏതാണ്ട് ഒരു ഹാഫ് മുങ്ങുന്ന രീതിയിൽ മാത്രം എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് നമ്മുടെ ആ ഒരു മസാലയിൽ നിന്ന് ചിക്കൻ പീസസ് മാത്രം എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. മസാല ഓവറായിട്ട് പെടണ്ട. അപ്പോൾ ഇതുപോലെ എത്രത്തോളം നിങ്ങളുടെ പാനിൽ കൊള്ളോ അതിനനുസരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നോർമൽ ഫ്രൈയിങ് തന്നെ കേട്ടോ. അങ്ങനെ ഓവർ 100% അങ്ങനെ വേവണമെന്നൊന്നുമില്ല. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡ് ഈ ഒരു കളറാകുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും ഈ ഒരു കളറിൽ തന്നെ ആക്കിയിട്ട് എടുക്കുക. ഓവർ കരിയാനും പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ ഞാൻ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് കോരിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നീട്ടി വലിച്ച് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കിയിട്ട് കാണിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇതാ മൊത്തത്തിൽ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഗ്രേവി ഉണ്ടാക്കാൻ പോകുന്നത്. എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ ഇതിൽ ചെയ്യേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ഓവർ എണ്ണ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അത്രയൊക്കെ എണ്ണയൊന്നും വേണ്ട കേട്ടോ. എന്താ പറയുക, ഒരു 1-2 ടേബിൾ സ്പൂൺ അത്രേ എണ്ണ വേണ്ടുള്ളൂ ഈ ഒരു ഗ്രേവിക്ക്. കാരണം ചിക്കൻ ഫ്രൈ ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ ബാക്കിയുള്ള ഓയിൽ മൊത്തത്തിൽ കോരി മാറ്റി വെക്കാം. അപ്പോൾ അതിൽ മസാല കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ തന്നെ വെക്കുക കേട്ടോ. വെറും ഓയിൽ മാത്രം മാറ്റി വെക്കാം. എന്നിട്ട് ഒരു 1-2 സ്പൂൺ മാത്രം അവിടെ വെക്കുക കേട്ടോ. ഓവറൊന്നും വേണ്ട. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ എണ്ണയൊക്കെ മൊത്തത്തിൽ ഞാൻ കോരിയെടുത്തിട്ടുണ്ട്. ഒരല്പം മാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ല ആ ഒരു ബാക്കി മസാല ഞാൻ പറഞ്ഞില്ല അവിടെ വെക്കണം എന്നുള്ളത്. ആ മസാല മൊത്തത്തിൽ ഈ ചിക്കൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വരെ എടുക്കുക. അതിൽ ഓവറായിട്ട് കൂടണ്ട. ഫ്രഷ് ക്രീമില്ല നമ്മുടെ, അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിക്ക് ക്രീമോ എടുക്കുക കേട്ടോ. അത് നിർബന്ധമായിട്ട് എടുക്കണമെങ്കിൽ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ മസാലേൻ്റെ ബൗളിൽ തന്നെ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കിയിട്ടും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഒന്നങ്ങ് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ചിക്കനിലേക്ക് ആ ഒരു ക്രീമും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. അപ്പോൾ ഇങ്ങനെ മിക്സാക്കിയതിന് ശേഷമാണ് കേട്ടോ ഓർമ്മിച്ചത്, നമ്മൾ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ചിക്കനില്ലേ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കിയിട്ടുണ്ട്. അത് വിട്ടുപോയി കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഇത് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കുക കേട്ടോ. 2-3 മിനിറ്റ് അത്രയേ ഉള്ളൂ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തിക്നെസ്സിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി തിക്കാവണം അതിനനുസരിച്ച് തിളപ്പിച്ചെടുക്കുക, വറ്റിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കുക. പക്ഷേ ഞാനിപ്പോൾ മിക്സ് ആക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഫോട്ടോ എടുക്കണമല്ലോ, അതുകൊണ്ട് നിങ്ങളിങ്ങനെ ഇട്ടിട്ട് ഉടനെ തന്നെ മിക്സ് ആക്കുക കേട്ടോ. ഞാൻ ഫോട്ടോ എല്ലാം എടുത്തിട്ട് പിന്നീട് മിക്സ് ആക്കിക്കോളൂ. അപ്പോൾ ഇന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത് പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ. പൊറോട്ട, ബട്ടൂരി, നാണ്, ചപ്പാത്തി എല്ലാത്തിൻ്റെയും കൂടെ ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഒന്നും പറയാനില്ല. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. ശരിക്കും പാർട്ടി സ്പെഷ്യലൊക്കെ ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ അഫ്ഗാനി ചിക്കൻ പല ടൈപ്പിലും ഉണ്ടാക്കും കേട്ടോ. ഇതിപ്പോൾ ഒരു ഗ്രേവി ടൈപ്പ് ആയിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇനി ഒന്ന് ഡ്രൈ ടൈപ്പ് ഉണ്ട്. അങ്ങനെ പല രീതിക്കും ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെ ഞാൻ വേറെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉള്ളി, തക്കാളി സംഭവങ്ങളൊന്നും വഴറ്റി ടൈം കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കമൻസും അറിയിക്കുക. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്